പ്രഭാതവന്ദനങ്ങൾ പ്രിയമുള്ളവരെ. മോർണിംഗ് ഡ്യൂവിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സഭാ പ്രസംഗിയുടെ പുസ്തകമാണല്ലോ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിസ്ഡം ലിറ്ററേച്ചർ, ജ്ഞാനം നിറഞ്ഞ അനേക വചനങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നി പലപ്പോഴും അതിൻ്റെ തൊട്ടടുത്തിട്ടുള്ള സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് നാം ഒത്തിരി ജീവിതപാഠങ്ങൾ പഠിക്കുമ്പോൾ സഭാപ്രസംഗികളുടെ പുസ്തകം കമ്പാരിറ്റീവ്ലി നിഗ്ലക്റ്റഡാണ്, നാം അവഗണിച്ച പുസ്തകമാണെന്ന് തോന്നി. ഒരുപക്ഷെ ചില ദൈവദാസന്മാർ പറയുന്നത് പോലെ ശലോമോൻ്റെ പിന്മാറ്റകാലത്താണ് ഇതിലെ ആദ്യത്തെ അധ്യായങ്ങൾ എഴുതിയത് എന്നുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ട് പിന്മാറ്റക്കാരൻ അന്ന് അവൻ ചിന്തിച്ച ചിന്തകൾ വായിക്കണ്ട, പഠിക്കണ്ട എന്നുള്ള ധാരണ കൊണ്ടാകാം പലപ്പോഴും സഭാപ്രസംഗിയുടെ പുസ്തകത്തിലെ ആദ്യ അധ്യായങ്ങളിലെ ജീവിതപാഠങ്ങൾ പലരും ശ്രദ്ധിക്കാറില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഇത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നി എത്ര വേറിട്ട വ്യത്യസ്തമാകുന്ന ജീവിത ദർശനങ്ങൾ, ജീവിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളാണ് സഭാപ്രസംഗിക്കുള്ളത്. അവൻ്റെ ചോദ്യങ്ങളാണ്, അവൻ അറിയാൻ ശ്രമിക്കുകയാണ് ലോകത്തെ. അങ്ങനെയുള്ള ഒരു വചനം കൂടി ഇന്ന് വായിച്ച് നമുക്ക് ചിന്തിക്കാം. സഭാപ്രസംഗി 4:13. പ്രബോധനം കൈക്കൊള്ളാത്ത വൃദ്ധനും മൂഢനുമായ ഒരു രാജാവിനേക്കാൾ ദരിദ്രനും ജ്ഞാനിയുമായ ഒരു ബാലൻ കൊള്ളാം. ഒരു രാജാവ് വൃദ്ധനാണ്, പക്ഷേ പ്രബോധനം കൈക്കൊള്ളുവാൻ തയ്യാറല്ല. പ്രബോധനമെന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തെ മാറ്റുവാൻ തക്ക വാക്കുകൾ, വചനങ്ങൾ ആരെങ്കിലും അവനെ ഉപദേശിച്ചാൽ അത് അവന് കേൾക്കുവാൻ തയ്യാറല്ല. ഇസ്രായേലിൻ്റെ 4ാമത്തെ രാജാവാകുന്ന രഹബയാം അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. ശലോമോൻ്റെ മകനായ രഹബയാം. അവനോട് ആളുകൾ അഡ്വൈസ് ചെയ്തു, നീ ഒരിക്കലും നിൻ്റെ അപ്പൻ്റെ ആ വഴി വിട്ടിട്ട് ജനത്തെ ദ്രോഹിക്കുന്ന ഒന്നും ചെയ്യരുത്. പക്ഷേ എന്തുകൊണ്ടോ രഹബയാം അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. മറിച്ച് രഹബയാം വളരെയധികം കഠിന ഹൃദയത്തോടുകൂടെ തൻ്റെ പ്രജകളുടെ മേൽ ഭാരമുള്ള നുകം വെക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? രഹബയാമിന് വലിയ നഷ്ടങ്ങളുണ്ടായി. രഹബയാമിൻ്റെ രാജ്യത്തിൻ്റെ നല്ലൊരു പങ്കും അവന് നഷ്ടപ്പെട്ടു. അവൻ്റെ ദാസൻ പിന്നത്തേതിൽ 2ആയി വിഭജിക്കപ്പെട്ട ഇസ്രായേലിൻ്റെ ആ വലിയ ഭാഗം, ഭൂരിപക്ഷ ഭാഗത്തിൻ്റെ രാജാവായി തീർന്നു. യൊരോബയാം എന്നാണ് അവൻ്റെ പേര്. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് രഹബയാമിനെയും യൊരോബയാമിനെയുമാണ് ഓർമ്മ വരുന്നത്. പ്രബോധനം കൈക്കൊള്ളാത്ത ഒരു രാജാവ്, പക്ഷേ അവൻ്റെ രാജ്യത്തിലെ തന്നെ ദരിദ്രനായൊരു ബാലൻ അവൻ പ്രബോധനം കൈക്കൊള്ളുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? 14 മുതലുള്ള വാക്യങ്ങൾ, അവൻ മറ്റവൻ്റെ രാജ്യത്തിൽ ദരിദ്രനായി ജനിച്ചിട്ടും, എന്ന് പറഞ്ഞാൽ ഈ പ്രബോധനം കൈക്കൊള്ളാത്ത രാജാവിൻ്റെ രാജ്യത്തിൽ തന്നെയാണ് ഇവൻ ജനിച്ചത്. ദരിദ്രനായി ജനിച്ചിട്ടും രാജാവെ വാഴേണ്ടതിന് കാരാഗ്രഹത്തിൽ നിന്ന് വരുന്നു. ദരിദ്രനായി ജനിച്ചു, ഇവൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. പക്ഷെ ഒരു ദിവസം കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്ന് ഇവൻ പുറത്തു വരുന്നു രാജാവാകുവാൻ വേണ്ടി. അവൻ രാജാവായി തീർന്നു. ഇത് ലോക ചരിത്രത്തിൽ പലപ്പോഴും നാം കാണുന്ന ഒരു കാര്യമാണ്. രത്നച്ചുരുക്കം ഇപ്രകാരമാണ്: പ്രബോധനത്തെ കൈക്കൊള്ളുക, ആലോചന സ്വീകരിക്കുക. ദൈവവചനത്തിലൂടെയോ ദൈവദാസന്മാരിലൂടെയോ നമുക്ക് കിട്ടുന്ന പ്രബോധനങ്ങൾ, ആലോചനകൾ നാം സ്വീകരിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും. അത് നമ്മുടെ കാരാഗ്രഹങ്ങളെ തുറക്കും. അത് നമ്മുടെ ജീവിതത്തിന് വിജയം നൽകും. നാം ഒരുപക്ഷെ സ്വപ്നം കാണാൻ കഴിയാത്ത ഉന്നതിയിലേക്ക് ദൈവം നമ്മെ നടത്തുവാൻ ഇടയായിത്തീരും. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.